യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച 2026 മെയ് മാസം 11-ാം തീയതിയാണ്. ഈ പുതിയ ആഴ്ചയുടെ കുടുംബ അനുഗ്രഹയാത്രയിൽ നമ്മുടെ വീടുകളെയും ജോലിയെയും പഠനത്തെയും കാത്തിരിപ്പുകളെയും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞായറാഴ്ചയുടെ ശാന്തത കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ വരുമ്പോൾ ചില ഹൃദയങ്ങൾ വീണ്ടും ഭാരപ്പെടുന്നു. അലാറം മുഴങ്ങും മുമ്പേ ഒരു അമ്മയുടെ മനസ്സ് ഉണർന്നിരിക്കും. ഇന്ന് കുട്ടികൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകണം. പുസ്തകങ്ങൾ തയ്യാറാക്കണം. ഫീസ് അടയ്ക്കേണ്ട കാര്യം ഓർക്കണം. വീട്ടിലെ ചെലവ് എങ്ങനെ നിറവേറ്റും എന്ന ചോദ്യം ഉള്ളിൽ നിൽക്കും. ഒരു അപ്പൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോലിയിലെ അനിശ്ചിതത്വം മനസ്സിൽ വരും. വിസ ഫയൽ എവിടെ എത്തിയെന്ന ആശങ്ക വരും. ഇന്റർവ്യൂവിൻ്റെ മറുപടി കിട്ടുമോ എന്ന കാത്തിരിപ്പ് വരും. വിദ്യാഭ്യാസ ലോൺ, വാടക, മരുന്ന് ചെലവ്, വീട്ടിലെ ചെറിയ കടങ്ങൾ, ഇവ ഒക്കെ ചേർന്ന് ഈ ആഴ്ച എങ്ങനെ പോകും എന്ന് ഭയം തരാം. മക്കൾ പഠനത്തിലേക്ക് തിരികെ പോകുമ്പോൾ അവരുടെ മനസ്സ് സ്ഥിരമായിരിക്കുമോ എന്ന പേടി മാതാപിതാക്കൾക്കുണ്ട്. പരീക്ഷ അടുത്തു വരുന്നവർക്കുള്ളിൽ ഭയമുണ്ട്. ഫോണിൽ സമയം പോകുന്ന കുട്ടിയെ കണ്ടാൽ അമ്മയുടെ നെഞ്ചു പിടയും. പുസ്തകം തുറന്നിട്ടും ശ്രദ്ധയില്ലാത്ത മകനെ കണ്ടാൽ അപ്പൻ്റെ മനസ്സ് തളരും. ഇന്ന് ഈ തിങ്കളാഴ്ച രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഈ ആഴ്ച നീ ഒറ്റയ്ക്ക് ചുമക്കേണ്ട. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വചനം പറയുന്നു, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കൂ. സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കൂ. അപ്പോൾ അവൻ നിന്റെ പാതകൾ നേരെയാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നത് നീ ചിന്തിക്കേണ്ട എന്നല്ല, നീ ശ്രമിക്കേണ്ട എന്നല്ല, പക്ഷേ നിന്റെ ചിന്തകളുടെ ഭാരം മുഴുവൻ നീ ഒറ്റയ്ക്ക് താങ്ങേണ്ട എന്നതാണ്. നിന്റെ എല്ലാ വഴികളിലും അവനെ അംഗീകരിക്കൂ എന്ന് പറയുമ്പോൾ അടുക്കളയിലും അവനെ ഓർക്കുക. ബസ് കാത്തു നിൽക്കുന്ന വഴിയിലും അവനെ ഓർക്കുക. ഓഫീസിലെ മേശക്കരികിലും അവനെ ഓർക്കുക. സ്കൂൾ ബാഗ് എടുത്തു പോകുന്ന കുട്ടിയുടെ പുറകിലും അവനെ ഏൽപ്പിക്കുക. വിസ ഫയലിൻ്റെ മുകളിൽ കൈവച്ച് അവനെ വിളിക്കുക. ജോലി അപേക്ഷ അയക്കുന്ന മൊബൈലിൻ്റെ മുമ്പിലും അവനെ ഓർക്കുക. ഒരു തിങ്കളാഴ്ച രാവിലെ തയ്യാറാക്കുന്ന സ്കൂൾ ബാഗിനെയോ ജോലി ബാഗിനെയോ ചിന്തിക്കൂ. ആ ബാഗിൽ പുസ്തകങ്ങളുണ്ടാകും, ഫയലുകൾ ഉണ്ടാകും, ലഞ്ച് ബോക്സ് ഉണ്ടാകും, ബില്ലുകൾ ഉണ്ടാകും, പഴയ രസീതുകൾ ഉണ്ടാകും. ചിലപ്പോൾ കാണാത്ത ആശങ്കകളും അതിൽ കൂടെയുണ്ടാകും. പക്ഷേ ബാഗ് ചുമക്കുന്ന തോൾ ഒറ്റയ്ക്ക് ആഴ്ച മുഴുവൻ ചുമക്കേണ്ടതില്ല. കുടുംബം പ്രാർത്ഥനയിൽ ആഴ്ച തുടങ്ങുമ്പോൾ യേശു ഓരോ ചുവടിലും കൂടെ നടക്കുന്നു. അവൻ മുഴുവൻ വഴിയും ഒരുമിച്ച് കാണിച്ചു തരണമെന്നില്ല. പക്ഷെ ഇന്നത്തെ ചുവട് നടക്കാനുള്ള കൃപ അവൻ തരും. ഇതാണ് ഇന്നത്തെ ഹൃദയവാക്ക്. ആഴ്ച മുഴുവൻ നിന്റെ കയ്യിലില്ലെങ്കിലും നിന്റെ കൈ യേശുവിൻ്റെ കയ്യിലിരിക്കാം. ഈ വാക്കിന് സൂക്ഷിക്കൂ. ആഴ്ച മുഴുവൻ നിന്റെ കയ്യിലില്ലെങ്കിലും നിന്റെ കൈ യേശുവിൻ്റെ കയ്യിലിരിക്കാം. ഇപ്പോൾ കുറച്ചു നേരം നിങ്ങളുടെ വലത് കൈ ഹൃദയത്തിൽ വെക്കൂ. ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരൂ. കുട്ടികളുടെ പഠനം കൊണ്ടുവരൂ. പരീക്ഷാഭയം കൊണ്ടുവരൂ. വാടകയും ലോൺ ഭാരം കൊണ്ടുവരൂ. വിസ കാത്തിരിപ്പും ജോലി അന്വേഷണവും കൊണ്ടുവരൂ. ആശുപത്രി പോകേണ്ടവർ ഉണ്ടെങ്കിൽ ആ ഭയവും കൊണ്ടുവരൂ. വീട്ടിലെ സമാധാനം കുറഞ്ഞുവെങ്കിൽ ആ മൗനവും കൊണ്ടുവരൂ. ഇപ്പോൾ മൃദുവായി പറയൂ, യേശുവേ, ഈ ആഴ്ച നിന്റെ കരങ്ങളിലാണ്. യേശുവേ, ഈ ആഴ്ച നിന്റെ കരങ്ങളിലാണ്. യേശുവേ, ഈ ആഴ്ച നിന്റെ കരങ്ങളിലാണ്. കർത്താവേ യേശുവേ, ഈ തിങ്കളാഴ്ച രാവിലെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തുറക്കുന്ന ഓരോ വാതിലിലും നിന്റെ സമാധാനമുണ്ടാകട്ടെ. ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഉണ്ടാകട്ടെ. കുട്ടികൾ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ അവരെ കാത്തുസൂക്ഷിക്കണമേ. അവരുടെ പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മയും ഉത്തരവാദിത്തവും നൽകണമേ. പരീക്ഷയെ പേടിക്കുന്ന മക്കൾക്ക് ശാന്തതയും ധൈര്യവും തരണമേ. ഫോണിൻ്റെ അലക്ഷ്യത്തിൽ നിന്ന് അവരുടെ മനസ്സ് തിരിച്ചു വിളിക്കണമേ.
തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ സ്നേഹത്തോടെ സംരക്ഷിക്കണമേ. ജോലിക്ക് പോകുന്ന അപ്പന്മാർക്കും അമ്മമാർക്കും ശക്തി തരണമേ. ജോലിയില്ലാതെ കാത്തിരിക്കുന്നവർക്ക് നിരാശയിൽ വീഴാതെ മുന്നോട്ട് നടക്കാനുള്ള കരുത്ത് തരണമേ. ഇന്റർവ്യൂവിൻ്റെ മറുപടി കാത്തിരിക്കുന്ന യുവജനങ്ങളെ ആശ്വസിപ്പിക്കണമേ. വിസ ഫയൽ കാത്തിരിക്കുന്ന കുടുംബങ്ങളെ നിന്റെ സമയത്തിൽ നയിക്കണമേ. ഈ വാതിൽ നല്ലതാണെങ്കിൽ തുറക്കണമേ. ഈ വഴി ഞങ്ങൾക്ക് ദോഷമാകുമെങ്കിൽ കാത്തുസൂക്ഷിക്കണമേ. ഇനിയും കാത്തിരിക്കണമെങ്കിൽ ക്ഷമ തരണമേ. ലോൺ സമ്മർദ്ദം, കടബാധ്യത, വാടകഭാരം, പഠനച്ചെലവ്, മരുന്ന് ചെലവ് ഇവയിൽ തളർന്നിരിക്കുന്ന വീടുകളെ കരുണയോടെ നോക്കണമേ. ആർക്കും പറയാതെ കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ നീ കാണണമേ. വീട്ടിലെ പഴയ മുറിവുകൾ ഈ ആഴ്ച വീണ്ടും വഴക്കായി തുറക്കാതിരിക്കട്ടെ. കടുത്ത വാക്കുകൾക്ക് പകരം മൃദുവായ വാക്കുകൾ വരട്ടെ. ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ സമയം കിട്ടട്ടെ. മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം തിരിച്ചറിയട്ടെ. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിലെ അമ്മേ, ഞങ്ങളുടെ ആഴ്ചയെ നിങ്ങളുടെ മാതൃമൂടുപടത്തിൽ മൂടണമേ. നസ്രത്തിലെ വീട്ടിൽ നിങ്ങൾ യേശുവിനെ കരുതിയതുപോലെ ഞങ്ങളുടെ മക്കളെയും കരുതണമേ. ഞങ്ങളുടെ വീട്ടിലെ ഓരോ യാത്രയെയും, ഓരോ കാത്തിരിപ്പിനെയും, ഓരോ പഠനത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർക്കണമേ. ഇന്നൊരു കേരള വീട്ടിലെ ഒരു അമ്മയുടെ രാവിലെ നമുക്ക് ഓർക്കാം. അവൾ തിങ്കളാഴ്ച പുലർച്ചെ എഴുന്നേറ്റു. അടുക്കളയിൽ വെള്ളം തിളക്കുന്ന ശബ്ദമുണ്ടായിരുന്നു. മേശപ്പുറത്ത് മക്കളുടെ പുസ്തകങ്ങൾ ചിതറിക്കിടന്നു. ഒരു വശത്ത് വിദ്യാഭ്യാസ ലോൺ ഫയൽ ഉണ്ടായിരുന്നു. മൊബൈലിലൊരു ജോലി അപേക്ഷയുടെ മറുപടി വരുമോ എന്ന് നോക്കേണ്ടി വന്നു. അതിനരികിൽ ഒരു വിസ രേഖയും പഴയ രസീതുകളും കിടന്നു. വീട് മുഴുവൻ ഉണരുന്നതിന് മുമ്പ് അവൾ പ്രാർത്ഥനാമൂലയിലേക്ക് പോയി. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ചു. കൈകൾ ചേർത്ത് അവൾ പറഞ്ഞു, കർത്താവേ, ഈ ആഴ്ച എൻ്റെ ശക്തിയാൽ മാത്രം കഴിയില്ല. എൻ്റെ വീട്ടിനെ നീ നയിക്കണമേ. അവൾ ആഴ്ചയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ചു. അന്ന് എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറിയില്ല. ലോൺ ഫയൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. വിസ മറുപടി എന്നെ കിട്ടിയില്ല. കുട്ടികളുടെ പുസ്തകങ്ങളും തിരക്കുകളും തുടർന്നു. പക്ഷേ ആ അമ്മയുടെ ഉള്ളിൽ ഒരു ചെറിയ സമാധാനം വന്നു. അവൾ കുട്ടികളെ വിളിച്ചപ്പോൾ അലറാതെ വിളിക്കാൻ കഴിഞ്ഞു. ഭക്ഷണം കൊടുക്കുമ്പോൾ മുഖത്ത് ഭയമല്ല, കരുതൽ കാണിക്കാൻ കഴിഞ്ഞു. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ കുറ്റം പറയാതെ നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം എന്ന് പറയാൻ കഴിഞ്ഞു. അതാണ് കൃപ. ദൈവകൃപ പലപ്പോഴും പ്രശ്നമില്ലാതാക്കുന്നതിന് മുമ്പ് ഹൃദയം ഉറപ്പിക്കുന്നു. പുറത്ത് ഭാരമുള്ള ദിവസമായാലും ഉള്ളിൽ ഒരു ശാന്തമായ വെളിച്ചം കൊളുത്തുന്നു. ഇന്ന് നിങ്ങളുടെ വീട്ടിലും ആ കൃപ വരട്ടെ. ഈ തിങ്കളാഴ്ച നിങ്ങളെല്ലാം നിയന്ത്രിക്കണം എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ വിശ്വസ്തമായി ചെറിയ ചുവടുകൾ എടുക്കുക. മക്കൾ പഠിക്കാൻ ഇരിക്കേണ്ട സമയം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഫോൺ മാറ്റിവെക്കേണ്ട സമയം സമാധാനത്തോടെ പറയുക. കടം അടയ്ക്കാനുള്ള കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിയോടെ മുന്നോട്ടു പോവുക. ജോലി അപേക്ഷയിലും കാത്തിരിപ്പിലും നിരാശയിൽ വീഴാതെ യേശുവിനോട് ജ്ഞാനം ചോദിക്കുക. വിസയുടെ വഴികളിലും തീരുമാനങ്ങളിലും നിയമപരവും ശരിയായതുമായ വഴികൾക്കായി ദൈവത്തിൻ്റെ വെളിച്ചം തേടുക. എന്നാൽ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഭയം ഇരിക്കാൻ അനുവദിക്കരുത്. അവിടെ യേശു ഇരിക്കട്ടെ. ഇന്നത്തെ പ്രായോഗിക വിശ്വാസ പ്രവൃത്തി ഇതാണ്. വീട്ടുകാർ സ്കൂളിലേക്കോ ജോലിയിലേക്കോ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മാത്രം ഒരുമിച്ച് നിൽക്കുക. ഇന്റർവ്യൂവിലേക്കോ ആശുപത്രിയിലേക്കോ ദിവസത്തിൻ്റെ കടമകളിലേക്കോ പോകുന്നവരെയും ഈ പ്രാർത്ഥനയിൽ ചേർക്കുക. വീട്ടിലെ അൾത്താരക്കരികിലോ ഡൈനിങ് മേശക്കരികിലോ നിൽക്കാം. എല്ലാവരും കൂടെ മൃദുവായി പറയുക, കർത്താവായ യേശുവേ, ഈ ആഴ്ചയെ നയിക്കണമേ. മക്കളെയും പഠനത്തെയും ജോലിയെയും ജോലി തിരച്ചിലിനെയും വിസ കാത്തിരിപ്പിനെയും വീട്ടിലെ സമാധാനത്തെയും അനുഗ്രഹിക്കണമേ. നീണ്ട പ്രാർത്ഥന വേണമെന്നില്ല, ഒരു സത്യസന്ധമായ സമർപ്പണം മതി. കഴിയുമെങ്കിൽ അപ്പനും അമ്മയും മക്കളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹവാക്ക് പറയുക. ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പറയുക. ഈ വാക്കുകൾ ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ചെറിയ ധൈര്യം ഉണർത്താം.
ഇപ്പോൾ നമുക്ക് വീണ്ടും പ്രഖ്യാപിക്കാം. കർത്താവെ, ഞങ്ങളുടെ വഴി നീ നേരെയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വഴി നീ നേരെയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ വഴി നീ നേരെയാക്കണമേ. പരിശുദ്ധാത്മാവെ, ഈ ആഴ്ച ഞങ്ങളുടെ ഉള്ളിൽ വിവേകം തരണമേ. ആവേശത്തിൽ തെറ്റായ തീരുമാനം എടുക്കാതെ കാത്തു സൂക്ഷിക്കണമേ. ഭയത്തിൽ വാക്കുകൾ കഠിനമാകാതെ നയിക്കണമേ. ക്ഷീണത്തിൽ പ്രാർത്ഥന ഉപേക്ഷിക്കാതെ പിടിച്ചു നിർത്തണമേ. നിരാശയിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ കരുതണമേ. ജോലി ചെയ്യുന്ന കൈകൾക്ക് ശക്തി തരണമേ. പഠിക്കുന്ന കണ്ണുകൾക്ക് ശ്രദ്ധ തരണമേ. കാത്തിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ക്ഷമ തരണമേ. ചിന്തകളാൽ നിറഞ്ഞ രാത്രികൾക്ക് സമാധാനം തരണമേ. ഈ ആഴ്ച ഒരു ഫോൺ കോൾ വരുമോ എന്ന കാത്തിരിപ്പിലും നീ കൂടെയിരിക്കണമേ. ഒരു ഫീസ് അടയ്ക്കാനുള്ള ആശങ്കയിലും നീ കൂടെയിരിക്കണമേ. ഒരു ആശുപത്രി റിപ്പോർട്ട് കയ്യിൽ പിടിക്കുന്ന ഭയത്തിലും നീ കൂടെയിരിക്കണമേ. ഒരു കുട്ടിയുടെ പരീക്ഷാ പേപ്പറിന് മുമ്പിലും നീ കൂടെയിരിക്കണമേ. ഒരു കുടുംബത്തിൻ്റെ മേശയിൽ ഭക്ഷണം കുറവായ ദിവസത്തിലും നീ കൂടെയിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചക്കായി പ്രാർത്ഥിക്കണമെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ കുടുംബ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേരെഴുതാം. മക്കളുടെ പഠനത്തിനായി പ്രാർത്ഥിക്കുന്നവർ അവരുടെ പേരുകൾ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ജോലി, വിസ, ലോൺ, പരീക്ഷ, രോഗം, കുടുംബസമാധാനം ഇവയിൽ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ഒരു വാക്കി എഴുതാം. ആമേൻ എന്ന് എഴുതുന്ന ഓരോരുത്തരുടെയും ഈ ആഴ്ച കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടട്ടെ. ഇത് ഭയം പങ്കിടുന്ന സ്ഥലമല്ല, വിശ്വാസത്തിൽ കുടുംബങ്ങൾ കൈകോർക്കുന്ന സ്ഥലമാണ്. ഈ തിങ്കളാഴ്ച പ്രാർത്ഥന ഒരു കുടുംബത്തിലേക്കെങ്കിലും പങ്കുവെക്കൂ. നിങ്ങളുടെ ഫോൺ ഇന്ന് ഒരു ചെറിയ പ്രസംഗപീഠമാകട്ടെ. ഒരു പങ്കുവെച്ച പ്രാർത്ഥന പുതിയ ആഴ്ചയെ ഭയത്തോടെ തുടങ്ങുന്ന ഒരു അമ്മയ്ക്ക് ആശ്വാസമാകാം. ഒരു അപ്പൻ്റെ ക്ഷീണിച്ച ഹൃദയത്തിൽ പ്രത്യാശയുടെ ചെറിയ വെളിച്ചം ഉണർത്താൻ സഹായിക്കാം. ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ ഇന്ന് വീണ്ടും ചെറിയ ധൈര്യം നൽകാൻ സഹായിക്കാം. ഇന്ന് നിങ്ങളുടെ വീട്ടിലെ ബാഗുകളും ഫയലുകളും പുസ്തകങ്ങളും യേശുവിൻ്റെ അനുഗ്രഹത്തിൽ പോകട്ടെ. നിങ്ങളുടെ ജോലി ദിവസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ നിറയട്ടെ. നിങ്ങളുടെ മക്കൾ മറിയത്തിൻ്റെ മാതൃസംരക്ഷണത്തിൽ സുരക്ഷിതരാകട്ടെ. നിങ്ങളുടെ കാത്തിരിപ്പുകൾ ഭയമായി അല്ല, സമർപ്പണമായി മാറട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഈ ആഴ്ച വഴക്കിനേക്കാൾ പ്രാർത്ഥന കൂടുതലാകട്ടെ. പരാതിയേക്കാൾ നന്ദി കൂടുതലാകട്ടെ. ഭയത്തേക്കാൾ വിശ്വാസം കൂടുതലാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പുതിയ ആഴ്ചയും കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 തീർച്ചയായും ഞാൻ നിങ്ങളെ കാണും.